നമസ്കാരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിപ്ലവാത്മകമായ ഉണർവും ദേശീയബോധവും പകർന്ന ഏറ്റവും ശക്തമായ പോരാട്ട മന്ത്രമായിരുന്നു വന്ദേ മാതരം. 1870കളിൽ ബങ്കിം ചന്ദ്ര ചതോപാധ്യായ രചിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രശസ്ത നോവലായ ആനന്ദമഠത്തിലൂടെ പ്രശസ്തി നേടുകയും ചെയ്ത ഈ ഗാനം കേവലം ഒരു സ്തുതിഗീതത്തിനുമപ്പുറം മാതൃരാജ്യത്തെ ദൈവിക സങ്കല്പമായി കണ്ട് സമർപ്പണം ചെയ്യാൻ ഓരോ ഭാരതീയനെയും പ്രേരിപ്പിക്കുന്നു. കവി രവീന്ദ്രനാഥ ടാഗോർ 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ഈ ഗാനം സംഗീതാത്മകമായി ആലപിച്ചതോടെയാണ് ഇത് ദേശീയ തലത്തിൽ പിന്നീട് ശ്രദ്ധയാകർഷിക്കാൻ തുടങ്ങുന്നത്. ദേശീയ ഗാനത്തിന് തുല്യമായ നിയമപരിരക്ഷ വന്ദേ മാതരത്തിനും ഉറപ്പാക്കുന്ന പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ഭേദഗതി 2026 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് ഈ അടുത്താണ്. സ്വാതന്ത്ര്യ ദിനാഘോഷവേളയിൽ AICC ആസ്ഥാനത്ത് ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കുന്നതിനിടയിൽ കോൺഗ്രസ് നേതാക്കൾ അനാദരവ് കാട്ടിയത് വൻ വിവാദമായിട്ടുണ്ട്. വന്ദേ മാതരം മുഴുവനായി ആലപിക്കുന്നതിനിടയിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും പരസ്പരം സംസാരിക്കുകയും ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്തത് ദേശീയഗീതത്തോടുള്ള അവഹേളനം തന്നെയാണ്. AICC ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചിരുന്നു. ഇടയ്ക്ക് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ദേശീയ ഗീതം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും അത് മുഖവിലക്കെടുക്കാതെ വന്ദേ മാതരം അത് പാടിയവർ പൂർണ്ണമായും ആലപിക്കുകയായിരുന്നു. വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ ഈരടികൾ മാത്രമാണ് പാടേണ്ടത് എന്നായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. ഈ വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായം എന്തെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അല്ല, ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണല്ലോ അതായത് മൊത്തത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കണം എന്നുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് ഇപ്പോൾ അവർ രാഷ്ട്രീയമായ എതിർപ്പ് ഉണ്ടെങ്കിൽ പോലും അവർ അറിയാതാണെങ്കിലും എന്ത് ചെയ്തു, അത് പൂർണ്ണമായിട്ടും അത് ആലപിച്ചു. അപ്പം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എന്താണ് ഈ സോണിയാഗാന്ധിയും ആരും എന്തിരിക്കില്ല അറിഞ്ഞിട്ടുണ്ടാവില്ല അത് ആരാണ് പാടുന്നതെന്നോ അവർ പൂർണ്ണമായും പാടുന്നുള്ളൊരു ഇത് അവരറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ വീഡിയോക്കകത്ത് കാണാൻ പറ്റും സോണിയ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും എന്താണ് അത് പൂർണ്ണമായും പാടണമെന്ന പാടിയവരുടെ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടല്ലോ, അത് നമ്മൾ പ്രശംസിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പം എത്ര തടസ്സം ഉണ്ടായാലും ഒരു പാടുന്നുള്ളൊരു ദേശീയബോധമുള്ള കുറച്ച് ആളുകൾ കോൺഗ്രസ്സിലുണ്ട്. കോൺഗ്രസിൻ്റെ നിലപാട് മൊത്തം മാറിപ്പോയി. അത് ആ നിലപാടിൽ നിന്ന് വ്യതിചലിക്കുന്ന രീതിക്കാണ്. എന്നാൽ പോലും എന്താണ് ദേശീയവാദികളായ കുറച്ച് ആളുകൾ അവിടെ ഉണ്ടെന്നുള്ള തെളിവ് കൂടിയാണത്. ഇപ്പം മല്ലികാർജ്ജുന ഖാർഗെ ആണെങ്കിലും അത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിക്കൊന്നും മനസ്സിലാവുന്ന പോലുമില്ല. കാരണം പുള്ളി എന്താണ് പൂർണ്ണമായും വന്ദേ മാതരം കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ എന്താ സംഭവിക്കുന്നത് പോലും അറിയാത്തൊരു എന്താണ് ചുറ്റിത്തിരിയുന്നൊരു നമുക്ക് കാണാൻ പറ്റും. അപ്പം എന്നാൽ പോലും അത് അവർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിൽ പോലും അത് പൂർണ്ണമായി അവരത് ആലപിച്ചു. അത് ശരിക്കും പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ദേശീയബോധമുള്ള കുറച്ച് ആളുകൾ എന്താണ് അവിടെ ഉണ്ട് എന്നുള്ളതിനൊരു കോൺഗ്രസിനും അകത്തും ഉണ്ട്. എന്നാലും അതിനകത്ത് എന്താണ് എന്നാലൊരു ക്ലാരിഫിക്കേഷൻ, അതായത് നിലപാടുകളൊരു വ്യതിയാനം അവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് ഇനിയിപ്പം ബാക്കി എന്താണ് ബാക്കിയുള്ള നിലപാടുകളും കാര്യങ്ങളും എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് വീണ്ടും നോക്കാം എന്നുള്ളത് പറയാം. അതായത് ഇതുപോലെ ഒരു രാജ്യത്തിൻ്റെ ഒരു രാജ്യസ്നേഹികളെന്ന് പറഞ്ഞ് അവർ ഇത്തരത്തിലൊരു നിലപാടെടുക്കുമ്പോൾ പോലും നമ്മൾ അവരുടെ ദേശവിരുദ്ധമായ പ്രവണതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും വന്ദേ മാതരം മൊത്തത്തിൽ പാടണമെന്ന് ഒരു സർക്കുലർ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്ന സമയത്ത് പോലും അവരത് പാടില്ല. കുട്ടികൾ പാടുന്ന സമയത്ത് അതിനെ എതിർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ വന്ദേ മാതരത്തോട് എന്തോ വൈരാഗ്യമുള്ളത് പോലെയാണ് അവരുടെ പെരുമാറ്റം. അപ്പോൾ വന്ദേ മാതരം എന്ന് പറയുന്നത് നമ്മളുടെ ദേശത്തിൻ്റെ ഗീതമാണ്. അപ്പോൾ അത് പാടുന്നതിലല്ലേ അത് പാടരുത് എന്ന് പറഞ്ഞ് അതിനെ വിലക്കുന്നത് വളരെ മോശമായ ഒരു പ്രവണതയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു വിഷയത്തിൽ ഞാനത് കർശനമായിട്ടും എതിരായിട്ടാണ് അവർ നിൽക്കുന്നത്. കാരണം ഒരിക്കലും അത് ഇന്ത്യൻ പൗരനായ ഒരാളിന് പറ്റിയ കാര്യമല്ല. എല്ലാ ഇന്ത്യൻ പൗരനും അതിൻ്റേതായ റെസ്പെക്റ്റോട് തന്നെ ഇന്ത്യനെ കണക്കാക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ലൊരു രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ BJPയിലുള്ള പാർട്ടി തന്നെയാണ് മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അവർ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പോകുന്നതും എല്ലാം അല്ലേ. ശരിക്കും സോണിയാഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ പൗരനല്ലല്ലോ. പുള്ളിക്കാരി ഇറ്റാലിയനാണ്. അപ്പോൾ ഒരിക്കലും അവർക്ക് സ്വന്തം രാജ്യത്തിനോടുള്ള റെസ്പെക്റ്റ് ഇറ്റലിയോടായിരിക്കും. അവർക്ക് എന്ത് വന്ദേ മാതരം അത് തന്നെയാണ്. ഇതിൻ്റെ നിയമവശങ്ങളൊന്നും തൽക്കാലം പറയുന്നില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ ദേശീയ ഗാനം മുഴുവനാക്കി പാടണമെന്ന് നിർബന്ധമാക്കിയപ്പോൾ ഇത് എഴുതിയ സമയത്ത് അറിയാമല്ലോ മുഴുവനായിട്ടാണ് എഴുതിയത്. ഇത് വെട്ടിച്ചുരുക്കിയ ഭാഗങ്ങളാണ് ഇത്രയും കാലം പാടിക്കൊണ്ടിരുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യം, രാഹുൽ ഗാന്ധിയുടെ ഒരു കാര്യം കണ്ടിട്ട് ഞാൻ ആവർത്തിച്ച് ചിരിച്ചൊരു സംഭവമാണ്. ഇദ്ദേഹത്തിന് അവിടെ എന്താണ് നടക്കുന്നത് പോലും മനസ്സിലാക്കാതെ കുറച്ച് നേരത്തിലധികം നിന്നപ്പോഴാണ് ഇദ്ദേഹം എന്തോ പന്തികേടുണ്ടെന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല നോക്കുന്നത് ശ്രദ്ധിച്ചത്. സോണിയാഗാന്ധി 3-4 വട്ടം കൈ കാണിച്ച് ആ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പാടുന്ന കുട്ടികളോട് നിർത്താനായിട്ട് ആവശ്യപ്പെട്ടു.
എനിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാനുള്ളത് ഇത് പാടി അവരുടെ മുമ്പിൽ തന്നെ ഇത് മുഴുവനാക്കി പാടിയ വിദ്യാർത്ഥികൾ പൊളിച്ചു, അല്ലെങ്കിൽ ഇത് പാടിയ അവർക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പൻ. ശരിക്കും ഒരു എന്താണ് അനൗൺസർ എന്ന നിലയിൽ ഞാൻ ആകാശവാണിയിലാണ് എന്ന നിലയിൽ എനിക്കതിനോട് എതിർപ്പാണ്. കാരണം തടസ്സപ്പെടുത്താൻ പാടില്ല. നമ്മുടെ ദേശീയതയെ, നമ്മുടെ ഭാരതത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഈ ഭാരതത്തിൻ്റെ മക്കളായിക്കൊണ്ട് അവിടുത്തെ നല്ലൊരു നമ്മുടെ ദേശീയ ഗീതത്തിനെ അവഹേളിക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതിനോട് അത്ര യോജിപ്പില്ല എനിക്ക്. കാരണം ആകാശവാണിയിലൊക്കെ രാവിലെ നമ്മൾ ആദ്യം തുടങ്ങുന്നത് സിഗ്നേച്ചർ ട്യൂണ് കഴിഞ്ഞാൽ അടുത്തത് വന്ദേമാതരമാണ് പോകുന്നത്. അത് മുഴുവനും ഞങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യും. അത് കേൾക്കുമ്പോൾ നമ്മൾ ഭാരതീയരായതിൽ വളരെയധികം അഭിമാനം ഓരോ ദിവസവും തോന്നാറുണ്ട്. അതുകൊണ്ട് അതിനെ അവഹേളിച്ചതിൽ എനിക്ക് ഒരു എതിരഭിപ്രായമാണ് ഉള്ളത്. അല്ല, അവർക്ക് അതിലൊരു കൃത്യമായിട്ട് അഭിപ്രായമില്ലല്ലോ. ഒരേ സമയത്ത് തന്നെ അവരുടെ സംഘടനാ നേതാക്കൾ ഒരു അഭിപ്രായവും അവരുടെ അണികൾ അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകർ മറ്റൊരു അഭിപ്രായമായിട്ട് വന്നു. അവർക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാടുകളോ കൃത്യമായ സ്റ്റാൻഡേർഡോ അവർക്ക് നിലപാടില്ല. അവർക്ക് ആ നിലപാടില്ലായ്മ തന്നെയാണ് അവരുടെ പരാജയത്തിൻ്റെ മൂലധാരമെന്ന് ഞാൻ കണക്കാക്കുന്നു. നമസ്കാരം. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് നമ്മുടെ ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനത്തിൽ തന്നെ കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതം പാടുന്നതിടയിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റും പിന്നീട് അവരുടെ പാർലമെൻ്ററി പാർട്ടി ലെജിസ്ലേറ്റീവ് പ്രസിഡൻറ്റുമായ ശ്രീമതി സോണിയാഗാന്ധി നമ്മുടെ ദേശീയ ഗീതം പാടുന്നതിൻ്റെ ഇടയിൽ തന്നെ അതിനെ തികച്ചും വിലമതിക്കാതെ അതിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ള ഒരു ശ്രമം നമ്മളെല്ലാവരും കാണുകയുണ്ടായി. തികച്ചും ലജ്ജാപർവ്വതമായ ഒരു പ്രവൃത്തിയാണ് അവരവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ ദേശീയ ഗീതത്തോട് എന്തിനാണ് അവർക്ക് ഇത്ര ഒരു ഐത്യം അവർ പുലർത്തുന്നത്? എന്തിനാണ് അതിനോട് അവരൊരു വെറുപ്പ് പുലർത്തുന്നത്? നമ്മുടെ ദേശീയ ഗീതം എപ്പോഴാണ് ഉറവെടുത്തത്? 1919 നമ്മുടെ ദേശത്തിനായി നമ്മൾ സമരം ചെയ്ത് തുടങ്ങിയപ്പോൾ അതിനുവേണ്ടി ഒരു സമരഗീതമായി വേണ്ടി പുറപ്പെട്ട ഒരു മഹത്തായ ഗീതമാണ് വന്ദേ മാതരം. എന്നാൽ അതിനെ ഒന്നും വകവയ്ക്കാതെ, ആ ചരിത്രത്തെ മാനിക്കാതെ, തികച്ചും അതിനെപ്പറ്റി അതിനെ ഒരു കണ്ടുപോലും അതിനെ മാനിക്കാതെയാണ് അവർ അതിനെ തടുക്കാൻ ശ്രമിച്ചത്. തികച്ചും നമുക്ക് അതിൻ്റെ വിഷ്വൽസ് കണ്ടാൽ അറിയാം. ശ്രീമതി സോണിയാഗാന്ധി സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് കൈകൊണ്ട് ഇങ്ങനെ തടയാൻ ശ്രമിച്ചതൊക്കെ നമുക്ക് ആ വിഷ്വൽസ് കണ്ടാൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അതിന് ഒരു റെസ്പെക്റ്റ് കൊടുക്കാതെ നമ്മുടെ ദേശീയ ഗീതമാണ്, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന നമ്മുടെ ദേശത്തിൻ്റെ അന്തസ്സും അഭിമാനവും എല്ലാം ഉൾക്കൊണ്ട് അതിനെ സ്വീകരിക്കാൻ മടിയായ സോണിയാഗാന്ധിയെ നമുക്ക് ക്ലിയർ ആയിട്ട് ആ വിഷ്വലിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കോൺഗ്രസ് അധ്യക്ഷനായ ശ്രീമാൻ മല്ലികാർജുൻ ഖാർഗെയും അദ്ദേഹവും അതിനെ തടയാൻ ശ്രമിച്ചത്. സോണിയാഗാന്ധി ഒന്ന് മുഖം ചുള്ളിക്കിയപ്പോൾ തന്നെ അദ്ദേഹം ആ പാട്ട് നിർത്താനുള്ള എല്ലാ ശ്രമവും നടത്തുന്നത് നമ്മൾ കാണാനിടയായി. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് നമ്മുടെ ദേശീയ ഗീതത്തോട് ഇത്രയും വെറുപ്പ്? ഒരുപക്ഷെ സോണിയാഗാന്ധി എന്ന അവർ ഇറ്റലിയിൽ നിന്ന് വന്നതുകൊണ്ടാണോ? ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും കോൺഗ്രസിന് നമ്മുടെ ഭാരതം എന്ന നമ്മുടെ ദേശത്തിനോട് സ്നേഹമാണോ, വെറുപ്പാണോ, വിദ്വേഷമാണോ, എന്താണെന്ന് നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണിത്. ശരിക്കും ഒരു ദേശസ്നേഹിക്കും സ്വീകരിക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറായ ശ്രീമതി സോണിയാഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയും അവിടെ കാണിച്ചു വെച്ചത്. ഒരു ദേശീയവാദിക്കും അല്ലെങ്കിൽ ഒരു ഭാരതീയനും അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതിനെ എല്ലാ രീതിയിലും ഞാനും എൻ്റെ പ്രസ്ഥാനവും യുവമോർച്ചയും അതേപോലെ തന്നെ എല്ലാ ദേശീയ വക്താക്കളുമായിട്ടുള്ള ആൾക്കാരും അതിനെ തികച്ചും എതിർക്കുക തന്നെ ചെയ്യും. അങ്ങനത്തെ പ്രവൃത്തിയെ നമ്മൾ ഒരിക്കലും വച്ചു ഉറപ്പിക്കില്ല. നമ്മൾ അതിനെ എല്ലാ ഭാഷകളിലും അത് കൊള്ളില്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഞാൻ സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ AICC ആസ്ഥാനത്ത് ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കുന്നതിനിടയിൽ കോൺഗ്രസ് നേതാക്കൾ അനാദരവ് കാട്ടിയെന്നത് വ്യക്തമാണ്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റുകളായി രേഖപ്പെടുത്തൂ.